അപ്പോൾ നമ്മൾ 11:57 മേലെന്ന് പറയുന്നു. എല്ലാവർക്കും സ്നേഹവന്ദനം. ഞാൻ വീഡിയോ ചെയ്യുവാനുള്ള മുഖ്യ കാരണം നമ്മുടെ അർജുനെ കാണാതായിട്ട് 8 ദിവസം ഇന്ന് ഫിനിഷായിക്കൊണ്ടിരിക്കുക. ഒത്തിരി പ്രതീക്ഷയോടും ആകാംക്ഷയോടും ഓരോ ദിവസവും തോറും വേദന തീ തിന്നാണ് അവിടെ ഭവനം, അവിടെ ഭാര്യ, സഹോദര കുടുംബം, അമ്മാപ്പൻ, പ്രിയപ്പെട്ടവർ, മലയാളികൾ, ജനമൊക്കെയും ഈ അർജുൻ്റെ വരവും കാത്തിങ്ങനെ പ്രതീക്ഷ എവിടെയെങ്കിലും ഒരു ഹൃദയത്തിന് ഇടുപ്പ് ഇവിടെ കിട്ടിയാൽ അവിടെ അതുപടി സന്തോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും. പക്ഷേ ഞാനിത് അർജുന കുടുംബത്തിനെതിരെ അല്ല ഈ വീഡിയോ. ഞാൻ ഈ വീഡിയോ പറയുന്നത് ഈ അർജുൻ്റെ തിരോധാനത്ത് അല്ലെ അർജുൻ്റെ കാണാമറയത്ത് അർജുൻ ഇരിക്കുമ്പോൾ ഇത് ചൂഷണം ചെയ്യുന്ന ചില വ്യക്തികളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചില ജ്യോത്സ്യന്മാരാണ്. എന്ത് മണ്ടത്തരവും വിളിച്ചു പറയും. കാര്യം ഈ സമയത്ത് എന്ത് വിളിച്ചു പറഞ്ഞാലും വൈറലാകുമെന്നും അത് അംഗീകരിക്കുമെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് ജ്യോത്സ്യന്മാർ എന്തൊക്കെ കപടത്വവും മണ്ടത്തരവും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നെ കണിപ്പെട്ടിട്ട ഒരു വിഷയം, മൂരാരി ജ്യോത്സ്യൻ എന്ന് പറയുന്നൊരു ജ്യോത്സ്യൻ പിന്നെ ഒരു വീഡിയോ ഇറക്കിയിരിക്കുന്നു. അവതാരകൻ ചോദിക്കുന്ന ചോദ്യത്തിന് പുള്ളി മറുപടിയും പറയുന്നുണ്ട്. ആദ്യം പുള്ളി പറയുന്നു, നാളെ 12:17 മുമ്പ്, മീൻസ് ഇന്ന് 12:17 മുമ്പ് അർജുനെ തിരിച്ചു കിട്ടുമെന്നാണ്. അർജുനെ തിരിച്ച് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. കിട്ടിയേ പറ്റൂ. പക്ഷേ 12:17 കഴിഞ്ഞു, 1 കഴിഞ്ഞു, 4 കഴിഞ്ഞു. അത് പരിശോധിക്കാൻ വന്ന ആൾക്കാർ നിർത്തി വീട്ടിലും പോയി. പക്ഷെ അർജുൻ മടങ്ങി വന്നില്ല. എന്തിനാണ് ഈ പുള്ളി ഇങ്ങനെയുള്ള കപടത്വം, കള്ളത്തരം പറഞ്ഞ് ജനത്തെ വഞ്ചിച്ച് ചൂഷണം ചെയ്യുന്നത്? പിന്നെ കുറേ കബഡി നിരത്തലും മണ്ടത്തരങ്ങളും ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഈ വീണ്ടും ചോദിക്കുക, ഈ പുള്ളി മനസ്സിലാകുന്നില്ല. അവതാരകൻ ഈ മൂരാരി ജ്യോത്സ്യനെ കളിയായിട്ടാണ് ചോദിക്കുന്നത്. പുള്ളിയെ വഹിച്ചാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ അടുത്ത് പറയുന്നത് അത് 11 മണി ഇന്ന കാലത്തിൽ ഇന്ന സമയത്തിൽ അത് പൂർത്തിയായില്ലേ? എവിടെ? അർജുനെ കണ്ടില്ല. അപ്പോൾ പറയുന്നതാണ്, അപ്പോൾ സിഗ്നൽ കിട്ടി, വെള്ളത്തിൻ്റെ അടിയിൽ സിഗ്നൽ കിട്ടി എന്ന് പറയുന്നു. സംഭവം അതല്ല, അതും അവിടെയും പാളി. വീട് അവതാരകൻ ഈ പുള്ളി വഹിക്കുകയാണ്, പുള്ളിയെ കളിയാക്കി ചോദിക്കുകയാണ്, പരിഹസിക്കുകയാണ്. ഇത് പുള്ളി മൂരാരി ജ്യോത്സ്യൻ തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബുദ്ധിയ കോമൺ സെൻസ് ആർക്ക് വരുന്നില്ല? ഈ മൂരാരി ജ്യോത്സ്യന് വരുന്നില്ല. അവിടെയും പാളിയപ്പോൾ അടുത്ത് മൂരാരി ജ്യോത്സ്യൻ പറയുകയാണ്, പിന്നെ ഈ അവതാരം ചോദിക്കുന്നു, വെള്ളത്തിൻ്റെ അംശം വെള്ളത്തിൽ തന്നെ വീണായിരിക്കുമോ? വെള്ളത്തിൽ തന്നെ വീണു എന്ന് ജ്യോത്സ്യൻ പറയാൻ പറ്റുമോ? അപ്പോൾ പറയാണ്, കരയിലും ഞാൻ കണ്ടപ്പോൾ വെള്ളത്തിൻ്റെ അംശം കണ്ടു. അപ്പോൾ അവതാരം ചോദിച്ചു, വെള്ളത്തിലാണോ അപ്പോൾ അർജുൻ അകപ്പെട്ടത്? അപ്പോൾ ജ്യോത്സ്യൻ പറയുകയാണ്, കരയിലും വെള്ളത്തിൻ്റെ അംശമുണ്ടല്ലോ. അവിടെയും പാളി. എൻ്റെ പൊന്ന് മൂരാരി ജ്യോത്സ്യ, വിരുന്ന് ഉരുണ്ട് കിടന്ന് പുടയ്ക്കുകയാണ്. കരയിലും വെള്ളത്തിൻ്റെ അംശമുണ്ടല്ലോ. അപ്പോൾ എൻ്റെ കബഡ് നിരത്തിയപ്പോൾ വെള്ളത്തിൻ്റെ അംശം കണ്ടു എന്ന് പറയുന്ന ഒരു എറിയാണ്. അഥവാ വെള്ളത്തിൽ കിട്ടിയാൽ വിജയിച്ചു, ഇനി കിട്ടിയില്ലെങ്കിൽ അഥവാ കരയിൽ നിന്ന് കിട്ടിയാൽ വെള്ളത്തിൻ്റെ അംശവും ഉണ്ടല്ലോ കരയിൽ എന്ന് ഒരു ചെറിയൊരു പണി. അവിടെയും പാളി. അടുത്ത ഈ അവതാരകരുടെ ചോദ്യത്തിന് പറയാണ്, കരയോട് ചേർന്ന് അരികിൽ കിടക്കുന്നതായിട്ട് എൻ്റെ തൃശങ്കുൽ കണ്ടു. എന്നെ മൂരാരി ജ്യോത്സ്യ പെർഫെക്റ്റോടെ പറയൂ. ഈ സമയം വേദന തിന്നുന്ന, സങ്കടത്തോടെ ഇരിക്കുന്ന, ആ ദുഃഖത്തോടെ ഇരിക്കുന്ന, പ്രതീക്ഷയോടെ ഇരിക്കുന്ന ആ കുടുംബത്തിന് മേൽ എന്തിനാ ഇങ്ങനെ അവരെ പരിഹസിക്കുന്നത്? എന്തിനാ അപഹസിക്കുന്നത്? എന്തിനാ അവരെ വേദനിപ്പിക്കുന്നത്? ഇങ്ങനെ കാപ്പാട ജ്യോത്സ്യന്മാരെ നിങ്ങൾ ആരും വിശ്വസിക്കരുത്. ഇവന്മാരൊക്കെ വെറുതെ പറയുന്നതാണ്. ഒരു മൂരാരി ജ്യോത്സ്യനും ഇതിനെപ്പറ്റി അറിയത്തില്ല. അങ്ങനെ കറക്റ്റ് കാര്യം പറയൂ. ഇന്ന സ്ഥലത്തിനുള്ള 8 ദിവസമായില്ലേ, ഇന്ന സ്ഥലത്ത് അവിടെ കിടപ്പുണ്ട് എന്ന് ജ്യോത്സ്യം പറ. അത് പറയുന്നില്ല. സൈഡിൽ വീഴുന്ന കാണാം, കരയുള്ളത്തിന് അംശം കിടപ്പുണ്ട്, പിന്നെ സിമ്പിൾ കണ്ടു, സിഗ്നൽ കണ്ടു, 12:17 കിട്ടും. എന്നെ മൂരാരി 12:17 കഴിഞ്ഞ് സമയം കുറേ കഴിഞ്ഞു. കബഡി മാരി കുട്ടയ്ക്കകത്തിട്ടിട്ട് വീട്ടിൽ പോ മനുഷ്യ. അതുകൊണ്ട് എന്നോട് ഞാൻ പറയുന്നത്, ഇങ്ങനെ കപട ജ്യോത്സ്യന്മാരെ ഒന്ന് വിശ്വസിക്കരുത്. ഇവർ ഈ സമയം ഇങ്ങനെയുള്ളവന്മാർ ഈ സമയത്ത് ചൂഷണം ചെയ്യുന്നതാണ് കുടുംബത്തെ.
നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ അവൻ പ്രാർത്ഥിക്കൂ. ആർക്ക് വേണ്ടിയിട്ടാണ്? അർജുൻ വരാൻ വേണ്ടി പ്രാർത്ഥിക്കൂ. അത് വരട്ടെ, യേശുവിനെ കൊണ്ടുവരും. ഓക്കെ. അദ്ദേഹം ജീവനോടെ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ തന്നെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയല്ല പ്രതീക്ഷിക്കാൻ പറ്റൂ. അപ്പം മറിച്ചൊരു കാര്യം നമ്മളിപ്പോൾ പറയുന്നില്ല. അപ്പം ജഗദീശന്റെ കാരുണ്യം കൊണ്ട് ആയുസിന്റെ ഒരു അംശം അയാൾക്ക് ഉണ്ടെങ്കിൽ 7 ദിവസമായി. 7 ദിവസമായി. 7 ദിവസമൊന്നും ഒരു ദിവസമല്ല മനുഷ്യന്റെ കാര്യത്തില്. കാര്യം നമുക്ക് ശ്വസിക്കാൻ വായു മാത്രം നന്നായി ലഭിച്ചാൽ ജീവൻ നിലനിൽക്കും. നമ്മൾ തെളിയിച്ചിട്ടുള്ളവരല്ലേ. ഏതെല്ലാം ഗവേഷണങ്ങളിലൂടെ പഠനങ്ങളിലൂടെ ഒക്കെ കണ്ടെത്തിയ സംഭവങ്ങൾ ഏതൊക്കെ. നമ്മളൊരാൾ മാത്രം പറയുന്നതല്ലോ. നമസ്കാരം ജോത്സരെ. നമസ്കാരം. നമസ്കാരം. ഇതിപ്പോ നമ്മൾ ഒരു നാട് മുഴുവൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കർണാടകയിൽ കാണാതായ അർജുനനെ പറ്റിയുള്ള ഒരു കാര്യം. അപ്പോൾ ജോത്സര് ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പറഞ്ഞിരുന്നു, അവർ പ്രവചനം നടത്തിയിരുന്നു, ഇന്നും നാളെ ഉച്ച വരെയുള്ള സമയത്തിനുള്ളിൽ കണ്ടു കിട്ടും എന്നുള്ളത്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് കണ്ടത് ആ ഒരു പ്രവചനം. ശരിക്കും നമ്മൾ ഒരുപാട് പേര് വിളിച്ചു. അങ്ങനെയാണ് അവസാനം ഒരു വീഡിയോ ചെയ്യാം എന്ന് തീരുമാനം എടുത്തത്. അപ്പോൾ നമ്മൾ 11:57 മേലെന്നാണ് പറഞ്ഞു ഇന്ന്. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് വളരെ പോസിറ്റീവായ ഒരു വാർത്ത വന്നു. 11:57 മേളിൽ ഈ പറയുന്ന അർജുൻ സഞ്ചരിച്ചിരുന്ന വാഹനം കിടക്കുന്ന സ്ഥലം റഡാർ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത 12:20 വന്നു. അതൊരു വലിയ പോസിറ്റീവാണ്. നമ്മൾ അന്ന് ആ സംഭവം ഉണ്ടായ സമയത്തെ ഗ്രഹനിലയും ഈ സമയത്തെ ഗ്രഹനിലയും ദ്രേക്കാണം സപ്താംശം അങ്ങനെ കുറേ സംഗതികൾ എടുത്തിട്ടാണ് ഫലം നോക്കിയത്. അപ്പോൾ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവ് തന്നെയാണ് ആ ഒരു പ്രവചനത്തിൽ വന്നിരിക്കുന്നത്. 11:57 ശേഷം നമുക്കൊക്കെയും വളരെ ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന മൊബൈലിൻ്റെ സ്ഥാനവും, അതായത് അർജുൻ ഉപയോഗിച്ചിട്ടിരുന്ന മൊബൈലിൻ്റെ സ്ഥാനവും ഇപ്പോൾ ഈ റഡാറിൽ നിന്ന് കണ്ടെത്തിയ വിവരവും ഒന്ന് തന്നെയാണ്, ഒരേ സ്ഥലം തന്നെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മുൻപുണ്ടായിരുന്ന സ്ഥലത്തിൻ്റെ കോണ്ടാശിയിലായിട്ട് ഈ വാഹനം ഉണ്ട് എന്നാണ് പറഞ്ഞത്. ആദ്യം തെരഞ്ഞ സ്ഥലത്തിന്റെ അതിൻ്റെ അല്പം കോണ്ടാശിയിലായിട്ട്. അപ്പം അത് നമുക്കെല്ലാവർക്കും നല്ലൊരു ശുഭ പ്രതീക്ഷ തരുന്നതാണ്. ശരിക്കും അയാളെ ജീവനോട് തന്നെ ലഭിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് കേരളം, അല്ല ലോകമൊട്ടാകെയുള്ള ജനങ്ങൾ. എന്തുകൊണ്ടായിരിക്കും ഇതിലൊരു താമസം വരുന്നത് ഈ ഒരു പ്രവർത്തനത്തിൽ? ശരിക്കും ഈ കാലാവസ്ഥ ഒരു വളരെ വലിയ ഘടക. എന്നുവെച്ചാൽ 1-2 JCB കൊണ്ട് നീക്കാൻ പറ്റുന്ന മണ്ണല്ല അവിടെ ഇടിഞ്ഞിരിക്കുന്നത്. മഴ കെടുതി തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ 8 മീറ്ററോളം താഴ്ചയിലാണ് ഇപ്പോഴും ഈ വാഹനം ഉണ്ട് എന്ന് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ന്യൂസ്. അപ്പൊ നമ്മൾ അടുത്ത ന്യൂസ് ഞാൻ ഇപ്പോൾ കണ്ടായിരുന്നു, അത് ഏതോ ഒരു പാറയിൽ നിന്നുള്ള സിഗ്നൽ ആണെന്ന് ഒരു സിഗ്നൽ കണ്ടെന്നാണ് അവർ പറയുന്നത്. അത് ഇപ്പോഴേ വന്ന വാർത്തയല്ല, മുമ്പ് വന്നതാ. മുൻപ് ഏതോ ഒരു പാറയിൽ നിന്ന് കണ്ട സിഗ്നൽ ചെറിയ റഡാർ വെച്ച് ചിന്തിച്ചപ്പോൾ ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഹെവി ആയിട്ടുള്ള സംഗതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഏതാണ്ട് ഈ വാഹനത്തിന്റെ നീളം തന്നെ അവർ സ്ഥിരീകരിച്ച് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും എന്തായാലും അയാളെ കണ്ടുകിട്ടട്ടെ. അപ്പം നമുക്ക് എല്ലാവർക്കും കൂട്ടായിട്ട് തന്നെ പ്രാർത്ഥിക്കാം എന്ന് വേണം പറയാൻ, അല്ലേ? പുഴയിലൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ്. അവിടെ ജലാംശവും പറയുന്നുണ്ടല്ലോ. അവിടെ ഈ ഒരു നമ്മൾ ഓരോ രാശികൾ നോക്കുമ്പോൾ ശശ്വതിയുടെയും ചന്ദ്രപതിയുടെയും ശാപം ഒരു രാശിയിലേക്ക് തന്നെ വരുമ്പോൾ അത് ജലാംശത്തിൽ തന്നെയാണല്ലോ. അപ്പോൾ ഇത് കരയ്ക്കായാലും ഇപ്പം വെള്ളത്തിൽ തന്നെ വെള്ളത്തിലായാലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ. അവിടെ ഒരു ഭൂചലനം നടന്ന സ്ഥലമല്ലേ. ഇപ്പോൾ പൂർണ്ണമായിട്ട് ജലാംശം ഉണ്ട് അവിടെ. അദ്ദേഹം ജീവനോടെ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ തന്നെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയല്ല പ്രതീക്ഷിക്കാൻ പറ്റൂ. അപ്പം മറിച്ചൊരു കാര്യം നമ്മളിപ്പോൾ പറയുന്നില്ല. അപ്പം ജഗദീശന്റെ കാരുണ്യം കൊണ്ട് ആയുസിന്റെ ഒരു അംശം അയാൾക്ക് ഉണ്ടെങ്കിൽ 7 ദിവസമായി. 7 ദിവസമായി. 7 ദിവസമൊന്നും ഒരു ദിവസമല്ല മനുഷ്യന്റെ കാര്യത്തില്. കാര്യം നമുക്ക് ശ്വസിക്കാൻ വായു മാത്രം നന്നായി ലഭിച്ചാൽ ജീവൻ നിലനിൽക്കും. നമ്മൾ തെളിയിച്ചിട്ടുള്ളവരല്ലേ. ഏതെല്ലാം ഗവേഷണങ്ങളിലൂടെ പഠനങ്ങളിലൂടെ ഒക്കെ കണ്ടെത്തിയ സംഭവങ്ങൾ ഏതൊക്കെ. നമ്മളൊരാൾ മാത്രം പറയുന്നതല്ലോ. ഞാൻ VS മുരാരി തന്ത്രി, എന്നെ എല്ലാവർക്കും അറിയാം. അബഗേൽ സാറുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അന്ന് ഞാൻ ഇതേപോലൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തു.
അത് വളരെ വൈറലായി. അപ്പം അതുകൊണ്ടല്ല ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഈ 5-6 ദിവസമായിട്ട് തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ, അപ്പം എടുത്തു പറയത്തക്ക വ്യക്തികൾ തന്നെ ഉണ്ട് അതിനകത്ത്. അപ്പം ഞാൻ ആരുടെയും പേരെടുത്ത് പരാമർശിക്കുന്നില്ല, എന്നെ ഇങ്ങനെ വിളിച്ചു. അപ്പോൾ ഇന്ന് രാവിലെ ഒരുപാട് പേര് 7-ാം ദിവസമായാലും ഇനിയെങ്കിലും ഒരു വീഡിയോ ചെയ്യൂ എന്നുള്ള രീതിയിൽ പലരും വിളിച്ചപ്പോൾ ഇല്ലാത്ത സമയം കണ്ടെത്തിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്തത്. അപ്പം എൻ്റെ സ്വദേശം വെണ്ടാറാണ്, കൊട്ടാരക്കര താലൂക്കിൽ വെണ്ടാറ്. VS മുരാരി തന്ത്രി എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. മുരാരി ജ്യോതിഷാലയം എന്നാണ് എൻ്റെ ജ്യോതിഷാലയത്തിൻ്റെ പേര്.